ആലപ്പുഴ കലവൂർ സുഭദ്ര കൊലക്കേസ് പ്രതികളായ മാത്യൂസിനെയും ശർമ്മിളയെയും സംഭവസ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. സുഭദ്രയെ കൊലപ്പെടുത്തിയ കോർത്തശ്ശേരിയിലെ വാടക വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ്. തെളിവെടുപ്പിനിടെ വീടിന് പിന്നിലെ കുളത്തിൽ നിന്ന് തലയിണ കണ്ടെത്തി. മനീഷ് മഹിപാൽ ഒരിക്കൽ കൂടി ആലപ്പുഴയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. മനീഷ്, ഈ തെളിവെടുപ്പ് എത്രത്തോളം നിർണായകമാണ്? വിശദാംശങ്ങൾ. അനുജ, ഇപ്പോൾ രണ്ട് പ്രതികളെയും ഈ വീട്ടിലെത്തിച്ചു. രണ്ട് പ്രതികളും ഒരേ സ്ഥലങ്ങൾ, അതായത് ഒന്ന് വീടിനകത്ത് മാത്യൂസിനെ ആദ്യം കയറ്റി മറ്റു കാര്യങ്ങൾ മാത്യൂസ് വിശദീകരിച്ചു. പിന്നീട് വീടിന്റെ പിന്നിലുള്ള ഒരു ഒഴിഞ്ഞ പറമ്പിലെ ഉപയോഗശൂന്യമായ ഒരു കുളത്തിൽ നിന്നാണ് തലയിണ കണ്ടെത്തിയിട്ടുള്ളത്. ഈ തലയിണ കൊലപാതകത്തിന് ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ സുഭദ്ര കിടന്നിട്ടുള്ള തലയിണായിരിക്കാം. അതിൽ രക്തക്കറ ഉണ്ടായിരുന്നിരിക്കാം. പിന്നീട് ഈ കൊലപാതകത്തിലേക്ക് ഉപയോഗിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സാധനമാണ് ഷാൾ. മറ്റ് ആയുധങ്ങളൊന്നും കൊലപാതകത്തിന് വേണ്ടി ഇവർ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പോലീസിന് ലഭിച്ച മൊഴിയും പോലീസിന്റെ നിഗമനവും അങ്ങനെ തന്നെയാണ്. അങ്ങനെ പ്രധാനപ്പെട്ട തെളിവായിട്ടുള്ള ഷാള് കത്തിച്ച് കളഞ്ഞുവെന്നാണ് പ്രതികൾ ആദ്യം മൊഴി നൽകിയത്. അത് വീടിന്റെ പിന്നിലെ അടുക്കളയ്ക്ക് പിന്നിലെ ഭാഗത്ത് ഒരു തെങ്ങിൻ ചുവട്ടിലാണ് ആ സ്ഥലം കാണിച്ചു കൊടുത്തു. ഇപ്പോൾ ആ സ്ഥലം മാർക്ക് ചെയ്ത് പോലീസ് അവിടെ ചാരമടക്കമുള്ള കാര്യങ്ങൾ പോലീസ് സംഘം ശേഖരിച്ചിട്ടുണ്ട്. അത് ആദ്യം മാത്യൂസും അതേ സ്ഥലവും അതേ രീതിയും അതേ കാര്യങ്ങളും വിശദീകരിച്ചു. അതേ സ്ഥലത്ത് തന്നെ വീണ്ടും ഷാൾ എത്തിച്ചു നൽകിയതും മറ്റു വിവരങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ശർമ്മിള പോലീസ് സംഘത്തോട് വിശദീകരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അങ്ങനെ രണ്ട് പേരെയും രണ്ടായി തന്നെ തെളിവെടുപ്പിന് വീട്ടിലെത്തിച്ചു. ഈ കൊലപാതകത്തിൽ പോലീസിന് കിട്ടിയിട്ടുള്ള പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരത്തിൽ എന്താണ് മരണകാരണമെന്ന് കൃത്യമായി പോലീസിന് ലഭിച്ചിട്ടില്ല. കാരണം ഒരു മാസത്തോളം ഈ ബോഡിക്ക് മൃതദേഹത്തിന് പഴക്കമുണ്ടായിരുന്നു. ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്നാണ് പ്രതികൾ പറയുന്നത്. അങ്ങനെ കൊലപാതകം നടത്തിയവർ ഷാൾ കൊണ്ട് രണ്ടുപേർ ഒന്നാം പ്രതി ശർമ്മിളയും രണ്ടാം പ്രതി മാത്യൂസും ചേർന്ന് ഷാൾ കൊണ്ട് രണ്ടു കൂട്ടരും സുഭദ്രയുടെ കഴുത്തിനെ വലിഞ്ഞു മുറുക്കിയ ശേഷം പിന്നീട് സുഭദ്ര അതിനോട് പ്രതിരോധിച്ചപ്പോൾ നിലത്തിട്ട് നെഞ്ചിൽ ചവിട്ടുകയായിരുന്നു. അപ്പോൾ നെഞ്ചിൽ ചവിട്ടുന്ന സമയത്ത് വായിൽ നിന്നും രക്തം വന്നിരുന്നു. ഈ രക്തം പുരണ്ട വസ്ത്രങ്ങളടക്കം വീട്ടിലുണ്ടായിരുന്നു. ഈ വസ്ത്രങ്ങൾ സുഭദ്രയുടെ മറ്റ് ബാഗിലുണ്ടായിരുന്ന മറ്റു വസ്ത്രങ്ങൾ, ഒപ്പം തന്നെ ബാഗ്, ഫോണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ അന്വേഷണ സംഘത്തിന്റെ തെളിവെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. അത് നിലവിൽ ഈ വീട്ടിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയണം. നിലവിൽ ഈ തലയിണയും ഷാൾ കത്തിച്ചത് മാത്രമാണ് പോലീസ് സംഘം ലഭിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ കൊലപാതകം എങ്ങനെ നടത്തിയെന്നടക്കമുള്ള വിവരങ്ങൾ ഈ അന്വേഷണ സംഘത്തിന് ഇവർ രണ്ടുപേർ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടമാണ്. ഇപ്പോൾ രണ്ടുപേരെയും വാഹനത്തിലേക്ക്, അതായത് ഏകദേശം ഒരു അരമണിക്കൂർ സമയമായിരുന്നു സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി. രണ്ടുപേരെയും തിരികെ വാഹനത്തിലേക്ക് കൊണ്ടുപോയി ഇന്ന് വൈകിട്ട് തന്നെ ഉടുപ്പിയിൽ എത്തിച്ച്, ഇവർ ഉടുപ്പിയിലാണ് പ്രധാനമായി ഒളിവിൽ കഴിഞ്ഞത്. അവിടെ സ്വർണം വിറ്റതടക്കമുള്ള സ്ഥലമുണ്ട്. അവിടേക്ക് കൊണ്ടുപോകേണ്ട കാര്യമുണ്ട്. അതിനുശേഷം നാളെ തന്നെ തിരിച്ചു മടങ്ങി എറണാകുളത്തേക്ക് എത്തിക്കും. അതിനുശേഷമാണ് പിന്നീട് ഈ ആലപ്പുഴയിലടക്കം സ്വർണം പണയം വെച്ചിട്ടുള്ള സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. നിലയിൽ രണ്ട് പ്രതികളിൽ നിന്നും ലഭിക്കേണ്ടതായിട്ടുള്ള ഫോണ് മറ്റു കാര്യങ്ങളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. അത് എവിടെ ഉപേക്ഷിച്ചതാണെങ്കിലും ഇനി അങ്ങോട്ടേക്ക് അടക്കം തെളിവെടുപ്പ് പുരോഗമിക്കേണ്ട, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കൊണ്ടുപോകേണ്ട കാര്യമുണ്ട്. എന്നാൽ രണ്ടുപേരെയും നിലവിൽ വാഹനത്തിലേക്ക് കയറ്റി ഇനി ഈ തെളിവെടുപ്പിന്റെ വിശദാംശങ്ങൾ, എന്തൊക്കെ തെളിവുകൾ ലഭിച്ചു, അല്ലെങ്കിൽ കേസിൽ ഇനി പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് കേസിന്റെ അന്വേഷണ ചുമതലയുള്ള DYSP MR മധു ബാബുവാണ്. അങ്ങനെ ഒരു മാസം കലവൂർ സുഭദ്ര കൊലക്കേസ് പ്രതികളെ തെളിവെടുപ്പിനായി എത്തിച്ചിരുന്നു. അതിപ്പോൾ പൂർത്തിയായി. അവരെ തിരികെ വാഹനത്തിൽ മടക്കി കൊണ്ടുപോകും.